ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? അപ്പം ഞാൻ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഷോർട്ട് ഇടുന്നുണ്ടായിരുന്നു, വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഇന്ന് എൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഞാൻ ഫുഡൊക്കെ കഴിച്ചു. രാവിലെ ദോശ ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു. ഞാൻ ചപ്പാത്തി കഴിച്ചു. ഞാനിപ്പോൾ ഈടെയായിട്ട് ഇച്ചിരി വണ്ണം വെച്ച് വരുന്നുണ്ട്. എനിക്ക് PCODയുടെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് വണ്ണം വെക്കുന്നത്. ഞാൻ വൈകുന്നേരം ഇപ്പം ചോറൂണൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ കിച്ചു സ്കൂളിൽ പോയി. ഞാനും ഇവിടെ ഒരാളുണ്ടായിരുന്നല്ലോ, കാണുന്നില്ലല്ലോ. നമ്മുടെ പപ്പി ഇവിടെ നിൽപ്പുണ്ട്. മിക്കി കുട്ടിക്കിടപ്പുണ്ട്. പപ്പിക്ക് കുഞ്ഞുവാവയൊക്കെ ഉണ്ടായി. 5 പിള്ളേരുണ്ട്. ഒരു പെണ്ണും 4 ആൺകുട്ടികളും ഉണ്ട്. 4 ആങ്ങളമാർക്ക് ഒറ്റപ്പെങ്ങൾ. അപ്പം അവരെല്ലാം സുഖമായിട്ട് ഇതേ പപ്പിച്ചൻ നമ്മുടെ കൂടെ വരുന്നുണ്ട് കേട്ടോ, വീഡിയോയ്ക്ക് എടുക്കാനായിട്ട്. വേണ്ട കണ്ട പപ്പീസേ, എന്തെങ്കിലും പറയാനുണ്ടോ? പപ്പീസിനെ ഒന്ന് കുളിപ്പിക്കണം. ഇന്ന് പറ്റുമെങ്കിൽ ഒന്ന് കുളിപ്പിക്കണം. പപ്പീസ് ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് പപ്പീസിനെ ഞാൻ ഒന്ന് കുളിപ്പിച്ച് ഉണക്കിയാണ് പിള്ളേരുടെ അടുത്തോട്ട് ഞാൻ വിട്ടത് കേട്ടോ. ഇനി പിള്ളേർക്കെങ്ങാനും പനി പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ, അതുകൊണ്ട്. അപ്പം ഇന്നൊന്ന് പറ്റുമെങ്കിൽ, നല്ല വെയിലാണെങ്കിൽ മാത്രമേ ഇന്നൊന്ന് കുളിപ്പിക്കണം. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ ഇന്നലെ മുടി വെട്ടി കേട്ടോ. മുടി മീൻസ് ഞാനിത് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഞാൻ 1 വർഷമായി ഞാൻ വെട്ടിയായിരുന്നു. എനിക്ക് മുടി നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. എൻ്റെ മുടി നരയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേനും എനിക്ക് തന്നെ ഒരു ഇത് തോന്നി, ഞാനങ്ങ് വെട്ടി കേട്ടോ. അപ്പം കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെ പോയി ഞാൻ വെട്ടി, ഹെന്നയൊക്കെ ചെയ്തു. ഹെന്നയൊക്കെ ചെയ്തു കേട്ടോ. നമ്മുടെ അടുത്തുള്ളൊരു ബ്യൂട്ടി പാർലറാണ്. മുടി വെട്ടാൻ അവിടെ തന്നെ പോകണം. ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. എൻ്റെ നാട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ പോവുക. നമ്മുടെ കാഞ്ഞിരപ്പള്ളി 26 മൈലിലാണ് കേട്ടോ ഷോപ്പ്. പ്രമിലീസ് ബ്യൂട്ടി പാർലർ എന്നാണ് പേര്. അപ്പോൾ എല്ലാവരും പോവുക. നന്നായിട്ട് അടിപൊളിയായിട്ട് വെട്ടും. വലിയധികം സെറ്റിങ്സ് ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള സെറ്റിങ്സ് മാത്രമേ ഉള്ളൂ. ചേച്ചി നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തരും കേട്ടോ. പിന്നെ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, നിങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചോ? ഞാൻ കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചപ്പാത്തി കഴിച്ചു. പിന്നെ ഒരു മുട്ട പൊരിച്ചതും ചപ്പാത്തിയുടെ കൂട്ടത്തിൽ കഴിച്ചു. ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല. കറി ഉണ്ടാക്കിയാലും ഞാൻ തന്നെ കഴിക്കണം, അതുകൊണ്ട് ഞാൻ കറിയൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കിയില്ല കേട്ടോ. പിന്നെ കിച്ചൂസിന് സ്കൂളിൽ ചോറും ചിക്കൻ വറുത്ത ഉണ്ടായിരുന്നു, അതും വാഴച്ചുണ്ട്. നിങ്ങളവിടെ എങ്ങനെയാണ്, നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയത്തില്ല. വാഴക്കൂമ്പെന്നായിരിക്കും പറയാറ്. അപ്പം വാഴച്ചുണ്ടെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാറ് കേട്ടോ. വാഴച്ചുണ്ട് തോരനും ഉണ്ടായിരുന്നു, അതും കൊടുത്തു വിട്ടു. കഴിച്ചോളുമായിരിക്കും. ഇന്ന് ഫസ്റ്റ് ടൈമാണ് വാഴച്ചുണ്ട് തോരൻ കൊടുത്തു വിടുന്നത്. കഴിച്ചോളുമായിരിക്കും. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, തുണി അലക്കാനുണ്ട്, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. പപ്പിയുടെ കൂടൊക്കെ ഒന്ന് പപ്പി കുഞ്ഞുങ്ങൾ കിടക്കുന്ന കൂടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നുണ്ട് കേട്ടോ. അങ്ങനെ. പിന്നെ ഗൈസ്, ഞാനൊരു സൂത്രം കാണിച്ചു തരാവേ. എനിക്ക് വളരെയധികം വിഷമം വന്നൊരു കാര്യമാണ്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഇത് നമ്മുടെ മുല്ലയാണ് കേട്ടോ. ഇത് നന്നായിട്ട് തഴച്ച് വളർന്ന് ഉണ്ടാകാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം എനിക്ക് ഒത്തിരി മുല്ലപ്പൂ ഇതിനകത്തുനിന്ന് കിട്ടിയായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ഇതുണ്ടോ, ഇതിൻ്റെ ഇലയൊക്കെ നിങ്ങൾ നോക്കിയേ, ഭയങ്കര എന്തോ കേടാണ് കേട്ടോ. ആ ഉണ്ടായ മുട്ടെല്ലാം കരിഞ്ഞു മീൻസ് എന്തോ പോലെ ആയിപ്പോയി, പന്നയായിപ്പോയി. കണ്ടോ, നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത്. പക്ഷേ ഇതെല്ലാം പോയി. ഉണ്ടോ, അങ്ങനെ. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചി നട്ടത് മൊത്തം പോയി കേട്ടോ. എമ്മിക്ക് കൂട്ടിക്കിടപ്പുണ്ട്.
മിക്കിനെ അയച്ചു വിടാത്തതിൻ്റെ കളിപ്പിലാണ് മിക്കി. ഉണ്ടോ ഇവിടെ ഫുള്ള് ഇഞ്ചിയായിരുന്നു കേട്ടോ. പ്രാവശ്യം ഇഞ്ചിക്ക് എന്തോ കേട് സംഭവിച്ചതാണ്. ഇഞ്ചി മൊത്തം പോയി. നമ്മുടെ മാത്രമല്ല എല്ലാവരുടെയും പോയി കേട്ടോ. എല്ലാവരുടെയും ഇഞ്ചി പോയി. എല്ലാ പ്രാവശ്യവും നന്നായിട്ട് ഇഞ്ചി കിട്ടുന്നതാണ് കേട്ടോ. പ്രാവശ്യം ഒന്നുമില്ല. എൻ്റെ വീട്ടിലേ പോയി, പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു വീട്ടിലേ പോയി. അങ്ങനെ മൊത്തത്തിൽ ഇഞ്ചിക്കും മഞ്ഞളിനും എന്തൊക്കെയോ കേടാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ മുളക് ഇവിടെ നിൽപ്പുണ്ട്, പറിക്കാറായി ഇരിക്കുന്നു. ഇത് 3ാമത്തെ തവണയാണ് ഈ ചീനിയിൽ മുളക് ഉണ്ടാകുന്നത്. കാന്താരി മുളകാണ് കേട്ടോ. കാന്താരി മുളക് വേണ്ടവർ ഒന്ന് പറയുവാണെങ്കിൽ തരുന്നതായിരിക്കും കേട്ടോ. ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ഫ്രീ ആയിട്ട് തന്നേക്കാം, ഒരു കുഴപ്പമില്ല. വന്ന് മേടിക്കണമെന്ന് മാത്രം കേട്ടോ. കാന്താരി മുളക് വേണ്ടവർ പറയുക കേട്ടോ. നമ്മുടെ വാഴയിൽ ബസ് വരുന്നുണ്ട്. ബസ് വരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറുന്നതായിരിക്കും. ഇനി എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ വിറകെല്ലാം കൂടെ കൊത്തി കീറുക എന്നുള്ളതാണ്. എൻ്റെ വലിയൊരു കടമ്പയാണത്. ഇതെങ്ങനെ ചെയ്യും എന്നെനിക്കൊന്ന് ഒരു നിശ്ചയമില്ല. ഞാനങ്ങനെ കൊത്തി കീറി പഠിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ. ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ ചെയ്യണം. അപ്പം അത് ചെയ്യണം. നമുക്ക് കോടാലിയില്ല. തൊട്ടടുത്ത വീട്ടിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീടുണ്ട്, അവിടുന്ന് കോടാലി വാങ്ങിച്ച് ചെയ്യണം കേട്ടോ. ഇവിടെ നമ്മുടെ വാഴയൊന്നും വെച്ചിട്ടൊന്നും പിടിക്കുന്നില്ല. വാഴയെല്ലാം പോയി കേട്ടോ ഗൈസ്, വാഴയെല്ലാം പോയി. അങ്ങനെ ഇരിക്കുന്നു. എനിക്കിനി പപ്പീനെ കൂട്ടിക്കയറ്റണം. പപ്പി ഇവിടെ ഓരോ കുരുത്തക്കേടുമായിട്ട് ഇതിലെ നടപ്പുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഏരിയ. ഈ വീട്ടിലൊക്കെ ആൾക്കാരുള്ളതാണ്. ഇവിടെ ഒന്നും ഇപ്പം ആളില്ല. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ പരിസരത്ത്. മറ്റുള്ള വീടുകളിലെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഇവരൊക്കെ എന്തോ തിരക്കൊക്കെ കാരണം. പിന്നെ ആ വീട്ടിലെ അവിടുത്തെ അക്കായിക്ക് കിഡ്നിയുടെ സംബന്ധമായിട്ട് എന്തൊക്കെയോ അസുഖങ്ങളൊക്കെയാണ്. അപ്പോൾ അക്കാമ്മ അവിടെ ഹോസ്പിറ്റലിലാണ്, മെഡിക്കൽ കോളേജിലാണ് കേട്ടോ. ഞാനിനി പപ്പി കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് ചെല്ലട്ടെ. അവിടെ എന്തൊക്കെയാണ് പപ്പി ഇപ്പം കൂട്ടിന്ന് വെളിയില്ല, അവരുടെ അടുത്തുനിന്ന് വെളിയിലോട്ട് ചാടിയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവിടുത്തെ അവരുറക്കമായിരിക്കും. ഉറക്കമാണെങ്കിൽ ഞാനിപ്പം എഴുന്നേൽപ്പിക്കുന്നില്ല. പപ്പിനെ നമുക്ക് വിളിക്കാം. തീ അവിടെ ഇരുന്ന് കത്തിക്കോളൂ. പപ്പിച്ചാ ബാ, ഓടി ബാ. ഞാൻ പിള്ളേരുടെ അടുത്തോട്ട് പോവാണേ. ടാറ്റാ. ചൂച്ച വെക്കാൻ വന്നാണോ നീ ചൂച്ച വെക്കാൻ വന്നാണോ? ചൂച്ച വെച്ചോ? ഞാൻ പിള്ളേരുടെ അടുത്തോട്ട് പോവാണേ ഗൈസ്. പാത്രങ്ങൾ ഇത്രയുണ്ട് കഴുകാനായിട്ട്. പാത്രം കഴുകാനുണ്ട്. കറി ഇരിപ്പുണ്ട്. കറി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഞ്ഞി ഇനി എടുത്ത് ഇങ്ങോട്ട് വെക്കണം കേട്ടോ. ഇത് ഇവർക്കുള്ള കോഴിക്കാലാണ് കേട്ടോ. കോഴിക്കാൽ ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചതാണ്. ഞാൻ കോഴിക്കാൽ എടുത്തില്ലല്ലോ. ഞാൻ കോഴിക്കാൽ എടുത്തില്ല, അത് ചൂടാ. നോക്കട്ടെ പിള്ളേരെന്ത് ചെയ്യുന്നു. മക്കളുമാരേ, അമ്മയുടെ മക്കളുമാരെന്നാക്കുവാണോ? അമ്മയുടെ പൊന്നാരികൾ എന്നാക്കുവാണോ? നല്ല ഒക്കമാണേ. കണ്ണൊക്കെ തുറന്നു ഗൈസ്. നമ്മുടെ മക്കളുടെ കണ്ണൊക്കെ തുറന്നിരിക്കുകയാണ്. 2-3 പേരുടെ കണ്ണ് തുറന്നു. ബാക്കിയുള്ളവരുടെ കണ്ണ് തുറക്കാനുണ്ട്. കണ്ടോ കണ്ണ് തുറന്ന് വരുന്ന കണ്ടോ? നിങ്ങൾ കണ്ടോ ഞങ്ങളുടെ കുഞ്ഞുവാവയുടെ കണ്ണ് തുറന്നു വരുന്ന? അച്ചോടാ, പപ്പി വന്ന സിഗ്നൽ കിട്ടി കേട്ടോ. ദേ കണ്ണൊക്കെ തുറന്നു. ചടപടേന്നോടുവാണല്ലോ പപ്പി ഇവിടെ. അയ്യോ എന്നാ ചെയ്യ അമ്മ, ഗൈസ് കണ്ണു തുറന്നു ഗൈസ്. പോയി പാല് കൊടുത്ത് കഴിയുമ്പോഴത്തേനും ചോറ് തരാം. പാല് കൊടുത്തിട്ട് ചോറ് തരാം കേട്ടോ.
ഇങ്ക് കൊടുത്ത് കഴിയുമ്പോൾ ചോറ് തരാവേ. ചോറ് കൊടുത്തോ, പാല് കൊടുത്തോ. പാല് കൊടുക്ക. മടിയാണ് ഗൈസ് പാല് കുടിക്കാൻ, പാല് കൊടുക്കാൻ. കണ്ടോ പിള്ളേരെ കരയിപ്പിക്കുന്നേ. പപ്പിയേ പിള്ളേരെടുത്ത് വന്നേ. പപ്പിച്ചും പിള്ളേരെടുത്ത് വന്നേ. പിള്ളേര് കരയുന്നു. ഞാൻ എടുത്തോണ്ട് പോവാണ് പപ്പിനെ. ഇതുണ്ട്, ഞാൻ ബെഡെല്ലാം വിരിച്ചിട്ടു. ചേട്ടായി വരുമ്പോഴത്തേനും അവിടെ ഒരു 3 പേർ കൂടെ കിടക്കാനുള്ള ഇട ഈ ബെഡേലില്ല. അപ്പം പിന്നെ പപ്പായെ കൊണ്ട് ഞങ്ങളൊരു ബെഞ്ച് പോലെ പണിയിപ്പിച്ചിട്ട് ആ സൈഡിലിട്ടേക്കുവാണ് കേട്ടോ. അപ്പം പിന്നെ അവിടെ കുഴപ്പമില്ല. അപ്പം പിന്നെ ലാവിഷായിട്ട് ഇവിടെ കിടക്കാനായിട്ട് പറ്റും. ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, അത് ചെയ്യണം. തുണി മടക്കാനുള്ളതാണ് കേട്ടോ. തുണി മടക്കണം. ഇന്നലെ എല്ലാം കൂടെ കഴുകി ഉണക്കിയെടുത്ത് വെച്ചേക്കുന്ന ഇതെല്ലാം ഇനി മടക്കി വെക്കാനുണ്ട്. പിന്നെ ഇത് ഒരു ചേച്ചിയുടെ തുണിയാണ്. അപ്പോൾ അത് തയ്ക്കാനുണ്ട്. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. ഇവിടെ എല്ലാം ഒന്ന് സെറ്റാക്കാനുണ്ട്, ഈ റൂം. ഓക്കെ, അപ്പോൾ ഇതുണ്ട് ഗൈസ്, ഇതെല്ലാം ഒന്ന് മടക്കി വെക്കാനുണ്ട്. ഇത് മടക്കി എല്ലാം കൂടെ ഒന്ന് വെക്കട്ടെ, എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ അത്യാവശ്യം ഒന്ന് ഒതുക്കിയിരിക്കുകയാണ് കേട്ടോ. ഇനിയുണ്ട്. അയ്യോ മടുത്തു, എൻ്റെ അമ്മച്ചിയും മടുപ്പ. ഇതൊക്കെ പിന്നെ നമ്മുടെ ജോലിയാണല്ലോ, ചെയ്യണമല്ലോ, ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. മറ്റാരും വന്ന് ചെയ്യത്തുമില്ല, നമ്മൾ തന്നെ വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ സമയം കിട്ടുവാണെങ്കിൽ ഞാനൊരു ചുരിദാർ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ചേട്ടായി വാങ്ങിച്ച് തന്നിട്ട് പോയതാണ്. ഇതുവരെ ഞാനത് തയ്ച്ചിട്ടില്ല കേട്ടോ. ഇതുവരെ തയ്ക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അത് തയ്ക്കാനുണ്ട്. വെട്ടിയിട്ടുണ്ട്, അതിന് അതൊരു പൊടി എന്തേരം തൂത്താലും പിന്നെയും പൊടി വരും കേട്ടോ ഗൈസ്. അപ്പം പൊടി പറ്റുന്നില്ല. അപ്പോൾ ഇതുണ്ട്, നമ്മുടെ റൂം അത്യാവശ്യം ക്ലീനായി കേട്ടോ. വലിയ ക്ലീനൊന്നും ആയിട്ടില്ല, അത്യാവശ്യം ക്ലീനായി. കിച്ചൂസ് ഡെയിലി എടുക്കുന്ന വണ്ടി കേട്ടോ. അല്ലെങ്കിൽ ഞാനിതേ മേളിൽ കയറ്റിയാണ് വണ്ടിയൊക്കെ വെക്കാറ്. അവനിപ്പം കുറച്ച് ദിവസമായിട്ട് ഇപ്പം വണ്ടി കൂടിയില്ല പരിപാടി. അപ്പം ആ ഡെയിലി എടുക്കുന്ന വണ്ടി ആയതുകൊണ്ട് ആ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ കവറിനകത്ത് ചുരിദാറാട്ടോ. അത് വണ്ണം കുറയ്ക്കാൻ വേണ്ടി ചേച്ചി തന്നാൽ അത് വണ്ണം കുറയ്ക്കാനുണ്ട്. പിന്നെ അതിനകത്ത് ഈ തയ്ക്കുന്നതിൻ്റെ മിച്ചം വരുന്നതൊക്കെ തുണി ഞാൻ പാക്കറ്റാക്കി വെച്ചേക്കുന്നത്. ഇതിനകത്തൊരു ചുരിദാർ തയ്ക്കാനുണ്ട് കേട്ടോ. അത് തയ്ക്കണം. അപ്പം അത്യാവശ്യം നീറ്റായിട്ടുണ്ട്. ഇതണ്ടേ, ഇവിടെ ഇനി പപ്പിനെ കൂട്ടിക്കൊണ്ടിടണം. അത്രയേ ഉള്ളൂ. പപ്പി ഇതേണ്ട ഇതിലേ നടക്കുന്നുണ്ട് കേട്ടോ. വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ചോറ് കൊടുക്കണം. അപ്പം ഗൈസ്, അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.